പെരുങ്കുളം എന്ന ഗ്രാമം വയനാടൻ മലനിരകളുടെ താഴ്വരയിൽ നിത്യഹരിതമായ കുന്നുകൾക്കിടയിൽ ഒതുങ്ങിക്കിടക്കുന്ന ഒരു ദേശമാണ്. അവിടുത്തെ മനുഷ്യർക്ക് മണ്ണിന്റെ മണവും കുന്നിൻ ചെരുവിലെ കോടമഞ്ഞിന്റെ തണുപ്പും കാടിന്റെ നിഗൂഢതകളും ശീലമാണ്. എന്നാൽ പെരുങ്കുളത്തെ ഏതൊരാളോടും മുത്തിരിങ്ങോട് തറവാടിന്റെ കാര്യം ചോദിച്ചാൽ അവരുടെ മുഖത്ത് ഒരു നേരിയ ഭയം പടരുന്നത് കാണാം. ആ തറവാട് ഇപ്പോൾ ഒരു ചരിത്ര സ്മാരകം പോലെയോ അല്ലെങ്കിൽ ഒരു ഭീതിയുടെ ഓർമ്മപ്പെടുത്തൽ പോലെയോ ആ വിജനമായ പറമ്പിൽ നിശബ്ദമായി നിൽക്കുന്നു. കാലം അതിനെ നോക്കി പേടിപ്പിച്ച് തകർത്തെന്ന് പറയുന്നതാവും കൂടുതൽ ശരി. മുത്തിരിങ്ങോട് തറവാടിന്റെ 4 കെട്ടും അതിനോട് ചേർന്ന സർപ്പക്കാവും ഏതാണ്ട് അപ്രത്യക്ഷമായി. ബാക്കിയുള്ളത് ഏക്കറുകളോളം പരന്നു കിടക്കുന്ന ആ പറമ്പിലെ ഇടതൂർന്ന കാടും പറമ്പിന്റെ ഒത്ത നടുക്ക് ഏതോ ഒരു ദുരന്തത്തെ അടക്കം ചെയ്തതുപോലെ തോന്നിക്കുന്ന ഒരു അടച്ചിട്ട കിണറും മാത്രം. ആ കിണർ ഒരു വലിയ കരിങ്കൽ പലക കൊണ്ട് മൂടി അതിനു മുകളിൽ സിമന്റ് ഇട്ടുറപ്പിച്ച് പിന്നെ അതിനു ചുറ്റും കുറെ കാലം കരിങ്കല്ലുകൾ അടുക്കി വെച്ച് പിന്നീട് അതെല്ലാം മണ്ണും പായലും കൊണ്ട് മൂടിപ്പോയ നിലയിലാണ്. കഴിഞ്ഞ 20 വർഷമായി ആരും അതിനടുത്തേക്ക് പോയിട്ടില്ല. പോകാൻ ധൈര്യമുള്ളവർ പെരുങ്കുളത്ത് ജനിച്ചിട്ടില്ല എന്ന് പറയുന്നതാകും ശരി. സുധാകരൻ ആ പറമ്പിന് അതിരു പങ്കിടുന്ന വീട്ടിലെ താമസക്കാരനാണ്. വയസ്സ് 50-നടുത്ത്. ഭാര്യയും മക്കളും പട്ടണത്തിലാണ്. വർഷത്തിൽ 2-3 തവണ വരും. സുധാകരൻ മണ്ണിനോടും വീടിനോടുമുള്ള താല്പര്യം കാരണം ഗ്രാമം വിട്ടുപോകാതെ ഇവിടെ തന്നെ താമസിക്കുകയാണ്. സുധാകരൻ കർഷകനായിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്തായി മുത്തിരിങ്ങോട്ട് പറമ്പിനോടുള്ള ഭയം അയാളെ വല്ലാതെ അലട്ടാൻ തുടങ്ങിയിരുന്നു. ആ പറമ്പിന്റെ നിഴൽ വീഴുന്ന മതിലിനോട് ചേർന്ന് കിടക്കുന്ന തന്റെ മുറിയിൽ അയാൾക്ക് ഉറക്കം നഷ്ടപ്പെട്ടിട്ട് കുറച്ചായി. സുധാകരൻ രാത്രിയിൽ പതിവായി കേൾക്കുന്ന ഒരു നേരിയ ശബ്ദമുണ്ട്. അത് കാറ്റടിക്കുമ്പോൾ ഇലയനങ്ങുന്നതോ ദൂരെ ഏതോ മൃഗം ഓരിയിടുന്നതോ ചിവീടുകളുടെ കരച്ചിലോ ഒന്നുമല്ല. അതൊരു മൂളലാണ്. നേരിയ നിലവിളിയുടെ ഒരു മർമ്മരം. ചിലപ്പോൾ അതൊരു സ്ത്രീയുടെ ഏങ്ങലടിയാവാം. മറ്റു ചിലപ്പോൾ ഒരു കുട്ടിയുടെ അടക്കിപ്പിടിച്ച തേങ്ങലാവാം. ഈ ശബ്ദം കേൾക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ രാത്രി 11-നും 12-നും ഇടയിലാണ്. അപ്പോഴും ഈ ശബ്ദം കേൾക്കുന്നത് അടച്ചിട്ട കിണർ സ്ഥിതി ചെയ്യുന്ന പറമ്പിന്റെ ഭാഗത്ത് നിന്നാണോ അതോ തന്റെ ചെവികളുടെ ഉള്ളിൽ നിന്നാണോ എന്ന് സുധാകരന് ഉറപ്പില്ലായിരുന്നു. അവിടെ ആ കിണർ അടച്ചുപൂട്ടിയത് 30 വർഷം മുമ്പാണ്. മുത്തിരിങ്ങോട്ട് തറവാട്ടിലെ കാരണവരായ കേശവൻ നായരുടെ മകൾ സന്ധ്യ അവിവാഹിതയായിരുന്നു. ഒരു ദിവസം അവളെ ആ കിണറ്റിൽ മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു. അതൊരു ആത്മഹത്യയായിരുന്നോ കൊലപാതകമായിരുന്നോ എന്ന് ആർക്കും കൃത്യമായി അറിയില്ല. എപ്പോഴും തെളിഞ്ഞ മുഖമായിരുന്നു സന്ധ്യയ്ക്ക്. മരണത്തിന് തൊട്ടുമുമ്പ് പോലും അവൾ സന്തോഷവതിയായി കാണപ്പെട്ടു. എന്തായാലും ആ സംഭവം തറവാട്ടിൽ ഒരു വലിയ കളങ്കമായി. അടുത്ത ദിവസം കിണർ വറ്റിച്ച് സന്ധ്യയുടെ ശരീരം പുറത്തെടുത്തു. അതിനുശേഷം കേശവൻ നായർ തറവാട് വിറ്റ് പട്ടണത്തിലേക്ക് പോയി. കിണർ ഒരു ദുർനിമിത്തം പോലെ അവിടെ കിടന്നു. എന്നാൽ തറവാട് വാങ്ങിയ പുതിയ ഉടമസ്ഥന് അവിടെ താമസിക്കാൻ കഴിഞ്ഞില്ല. ഓരോ രാത്രിയും കിണറ്റിൽ നിന്നും വെള്ളം കോരുന്നതിന്റെ ശബ്ദവും പഴയ പാട്ടുകളും കേൾക്കാൻ തുടങ്ങി. ഭയം കാരണം അദ്ദേഹം ആ കിണർ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചു. ആരും ചെയ്യാൻ മടിച്ച ആ പണി ഒടുവിൽ ദൂരദേശത്തു നിന്നും വന്ന ഒരു തൊഴിലാളി സംഘം ഏറ്റെടുത്തു. കിണറടച്ച് ഒരു കരിങ്കല്ല് വെച്ച് അതിന്മേൽ സിമന്റ് ഇട്ട് ഉറപ്പിച്ചാണ് അവർ പോയത്. അതിനുശേഷം ആരും തിരിഞ്ഞു നോക്കാതെ തറവാടും പറമ്പും കാട് പിടിച്ചു. സുധാകരൻ കുട്ടിക്കാലത്ത് ഈ കഥകളെല്ലാം പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അന്ന് അതൊരു കെട്ടുകഥയായിട്ടാണ് കരുതിയത്. പക്ഷെ ഇന്ന് താൻ താമസിക്കുന്ന മുറിയിലെ ഇരുട്ടിൽ ആ അടഞ്ഞ കിണർ പുറത്തുവിടുന്ന നേരിയ ശബ്ദം കേൾക്കുമ്പോൾ സുധാകരന്റെ ഉള്ളിൽ ഒരു തണുത്ത ഭയം അരിച്ചു കയറാൻ തുടങ്ങി. ആ രാത്രി സുധാകരൻ കിടക്കയിൽ തിരിഞ്ഞും മറിഞ്ഞു കിടന്നു. പുറത്ത് മഴ ചാറുന്നുണ്ടായിരുന്നു. കാറ്റില്ല. അതുകൊണ്ട് തന്നെ മറ്റ് ശബ്ദങ്ങൾ ഒന്നുമില്ല. മുറിയിലെ ക്ലോക്കിൽ 12 മണി അടിച്ചു. ആ നിമിഷം ആ നേരിയ മൂളൽ വീണ്ടും കേട്ടു തുടങ്ങി. ഇത്തവണ അതിന് ഒരൽപ്പം കൂടി വ്യക്തതയുണ്ടായിരുന്നു. അതൊരു മുരൾച്ചയായിരുന്നില്ല. അതൊരു ശ്വാസമായിരുന്നു. വളരെ നേർത്ത അകന്നുപോകുന്ന ഒരു ദീർഘനിശ്വാസം. ഒരു സ്ത്രീയുടെ നിശ്വാസം. സുധാകരൻ ശ്വാസം അടക്കിപ്പിടിച്ച് ചെവി കൂർപ്പിച്ചു. സന്ധ്യയെ. ആരോ തന്നെ വിളിക്കുന്നത് പോലെ ഒരു തോന്നൽ. പക്ഷെ തൻ്റെ പേര് സന്ധ്യ എന്നല്ലല്ലോ. അത് ആ കിണറ്റിൽ വീണ മരിച്ച പെൺകുട്ടിയുടെ പേരല്ലേ? ആ പേര് കിണറിനുള്ളിൽ നിന്നും പുറത്തേക്ക് ഒഴുകി വരുന്നത് പോലെ സുധാകരന് തോന്നി. അവൻ്റെ നെഞ്ചിടിപ്പ് മുറിയിലെ ആ നിശബ്ദതയെ ഭേദിച്ച് അവൻ്റെ ചെവിയിൽ മുഴങ്ങി. അയാൾക്കറിയാമായിരുന്നു ഈ ശബ്ദം തൻ്റെ ഭാവനയിലുണ്ടായതല്ല. അത് പുറത്തുനിന്നാണ് വരുന്നത്. അടച്ചിട്ട കിണർ സ്ഥിതി ചെയ്യുന്ന മുത്തിരിങ്ങോട് പറമ്പിൻ്റെ ദിശയിൽ നിന്ന്. സുധാകരന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അയാൾ എഴുന്നേറ്റ് കതക് തുറന്ന് മുറ്റത്തെ ഇരുട്ടിലേക്ക് നോക്കി. മുറ്റത്തെ ഇരുട്ടിൽ മരങ്ങൾ പേടിച്ച് ഉറയ്ക്കുന്നത് പോലെ തോന്നി. അയാൾക്കൊരു തരം അദമ്യമായ ആകർഷണം ആ ഇരുട്ടിലേക്ക് അനുഭവപ്പെട്ടു. ഈ ശബ്ദത്തിന്റെ ഉറവിടം കണ്ടെത്തണം. എങ്കിലേ തനിക്കിനി സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയൂ. പിറ്റേന്ന് പകൽ സുധാകരൻ വല്ലാതെ തളർന്നിരുന്നു. അയാൾ ആരെയും നോക്കാതെ മുറ്റത്തേക്കിറങ്ങി മുത്തിരിങ്ങോട്ട് പറമ്പിന്റെ മതിൽ വരെ നടന്നു. ആ കിണറിന് നേർക്ക് നോക്കാൻ അയാൾക്ക് ഭയമായിരുന്നു. എന്നാലും കഴിഞ്ഞ രാത്രിയിൽ കേട്ട ശബ്ദം അയാളുടെ മനസ്സിൽ ഒരു മുറിവുണ്ടാക്കിയിരുന്നു. അയാൾ മതിലിന്റെ വിടവിലൂടെ കിണറിന്റെ ദിശയിലേക്ക് നോക്കി. പറമ്പ് നിറയെ പുല്ലും കാടുമാണ്. കിണറിരിക്കുന്നിടം മാത്രം ഒരു കറുത്ത പാടുപോലെ തോന്നി.
അവിടെ ഒരു കരിങ്കൽ പലകയുടെ മുകളിൽ ഇടതൂർന്ന പായലും ചെടികളും വളർന്നു നിറഞ്ഞിരിക്കുന്നു. ഒരു കുറ്റബോധം മറച്ചതുപോലെ, ദുരന്തം മറച്ചതുപോലെ, ഒരു ശവക്കല്ലറ പോലെ അത് കിടന്നു. അന്ന് വൈകുന്നേരം സുധാകരൻ തന്റെ കൂട്ടുകാരനും ജ്യോത്സ്യനുമായ ഭാസ്കരനെ വിളിച്ചു. ഭാസ്കരൻ ഗ്രാമത്തിലെ അറിയപ്പെടുന്ന ഒരു താന്ത്രികനും കൂടിയായിരുന്നു. ഭാസ്കര, മുത്തിരിങ്ങോട്ട് പറമ്പിലെ കിണർ, സുധാകരൻ പറഞ്ഞു തുടങ്ങി. സുധാകര, നീ ആ കിണറിന്റെ കാര്യം അറിയാതെ പോലും പറയരുത്. ആരും അങ്ങോട്ട് പോകരുത്. അവിടെയുള്ളത് ഒരു സാധാരണ ദുർമരണമല്ല, അതൊരു യക്ഷിയാണ്. ഭാസ്കരൻ സുധാകരന്റെ വാചകം പൂർത്തിയാക്കാൻ അനുവദിക്കാതെ ഇടയ്ക്ക് കയറി പറഞ്ഞു. യക്ഷിയോ? നീ ഈ 21-ാം നൂറ്റാണ്ടിലും യക്ഷിയെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണോ? സുധാകരൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. പക്ഷേ അയാളുടെ ചിരിയിൽ ഭയം കലർന്നിരുന്നു. നീ ചിരിക്കുന്നത് നിന്റെ പേടിയെ മറച്ചുവെക്കാനാണ് സുധാകര. ഞാൻ തമാശ പറയുകയല്ല. നീ കേട്ട ശബ്ദങ്ങൾ യഥാർത്ഥമാണ്. ആ കിണർ അടച്ച ദിവസം തൊഴിലാളികളിൽ ഒരാൾ ആ രാത്രിയിൽ ആ പറമ്പിന്റെ അടുത്തുകൂടി പോകുമ്പോൾ കണ്ട ഒരു കാഴ്ചയുണ്ട്. കരിങ്കൽ പലകയുടെ ചെറിയ വിടവിലൂടെ വെള്ള നിറമുള്ള എല്ലുകൾ മാത്രം ശേഷിച്ച ഒരു കൈ പുറത്തേക്ക് നീണ്ടുവരുന്നത്. അവനത് കണ്ടയുടൻ ബോധം കെട്ട് വീണുപോയി. പിന്നീട് അവൻ ആ ഗ്രാമത്തിൽ നിന്നില്ല. അതോടെയാണ് ആളുകൾക്ക് ആ കിണറിനെക്കുറിച്ച് ഭയം വന്നത്. അതൊരു യക്ഷിക്കിണറാണ്, സന്ധ്യയുടെ ആത്മാവല്ല. അതിനേക്കാൾ ഭീകരമായ എന്തോന്നാണ് അവിടെയുള്ളത്. ഭാസ്കരന്റെ വാക്കുകൾ സുധാകരന്റെ ഹൃദയത്തെ തണുത്തുറഞ്ഞ ഇരുമ്പ് പോലെയാക്കി. ഭാസ്കരൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട ശേഷം സുധാകരന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. കിണറ്റിൽ മരിച്ച സന്ധ്യയല്ല, അതിലും ഭീകരമായ ഒരു യക്ഷിയാണ് അവിടെയുള്ളതെന്ന ചിന്ത അവന്റെ ധൈര്യം ചോർത്തിക്കളഞ്ഞു. അന്ന് രാത്രി 11 മണി കഴിഞ്ഞു. സുധാകരൻ തലയിണ വലിച്ചെറിഞ്ഞ് എഴുന്നേറ്റു. അവന്റെ മനസ്സിൽ ഒരു ചിന്ത മാത്രം: ഇന്ന് ശബ്ദമുണ്ടാവില്ല. ഭാസ്കരൻ പറഞ്ഞത് വെറും കെട്ടുകഥയാകാം, അല്ലെങ്കിൽ തന്റെ ഭയം കാരണമുള്ള തോന്നലുകളാവാം. അയാൾ എഴുന്നേറ്റ് കതക് തുറന്ന് പുറത്തേക്കിറങ്ങി. മുറ്റത്ത് ഇരുട്ട് തളം കെട്ടിക്കിടക്കുന്നു. അയാൾ പതുക്കെ മതിലിനടുത്തേക്ക് നടന്നു. മുത്തിരിങ്ങോട്ട് പറമ്പിൽ നിന്നും ഇത്തവണ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. എല്ലാം ശാന്തം. പെട്ടെന്ന് അയാളുടെ കാലിനടിയിൽ ഒരു ഒച്ച കേട്ടു. അത് വെറും മണ്ണിലെന്തോ വീണ ശബ്ദമായിരുന്നു. സുധാകരൻ ഞെട്ടലോടെ മുകളിലേക്ക് നോക്കി. കിണർ സ്ഥിതി ചെയ്യുന്ന ഭാഗത്ത് കാടിന്റെ നിശബ്ദതയിൽ ഒരു നിഴൽ മാത്രം. അതൊരു മരമല്ല, അതിന് മരത്തിന്റെ രൂപമായിരുന്നില്ല. അത് നേർത്തതും വെളുത്തതും ഉയരമുള്ളതുമായ ഒരു രൂപമായിരുന്നു. അത് തന്റെ മതിലിനടുത്തേക്ക് പതുക്കെ നടന്നു വരുന്നത് പോലെ സുധാകരന് തോന്നി. ഭയം അയാളെ തളർത്തിക്കളഞ്ഞു. അയാൾ അനങ്ങാതെ നിന്നു. പിന്നെ നോക്കിയപ്പോൾ ആ നിഴൽ നിശ്ചലമായി. സുധാകരൻ കണ്ണടച്ച് ശ്വാസം ഉള്ളിലേക്ക് വലിച്ചു. എന്നിട്ട് വീണ്ടും കണ്ണു തുറന്നു. അപ്പോൾ ആ നിഴലിന് കൂടുതൽ വ്യക്തത വന്നു. അതൊരു സ്ത്രീ രൂപമായിരുന്നു. മുടിയിഴകൾ കാറ്റിലെന്ന പോലെ പാർന്നുണ്ടായിരുന്നു. അവൾ മതിലിനടുത്തേക്ക് നടന്നു വന്നു. സുധാകരൻ പേടിച്ച് പുറകിലേക്ക് ചുവടുവെച്ചു. അയാളുടെ കണ്ണുകൾ അപ്പോഴും ആ രൂപത്തിൽ തന്നെയായിരുന്നു. അവൾ മതിലിനടുത്തേക്ക് വന്നപ്പോൾ സുധാകരന്റെ ബോധം മരവിച്ചുപോയി. ആ രൂപം കിണറടച്ചിട്ടുള്ള ഭാഗത്തേക്ക് തിരിഞ്ഞു. കിണറിന്റെ അടുപ്പിന് മുകളിലെ പുല്ലും ചെടികളും അകത്തേക്ക് വലിയുന്നതായി സുധാകരൻ കണ്ടു. അസാധ്യമായ ഒരു വലിച്ചെടുക്കൽ. സിമന്റും കരിങ്കല്ലും കൊണ്ട് അടച്ച കിണറിന്റെ വിടവിൽ നിന്നും ഒരു നേർത്ത വെളുത്ത കൈ, ഒരു ചുരുണ്ട കൈ പുറത്തേക്ക് നീണ്ടുവന്നു. ആ കൈ വെളുത്ത് നീണ്ട് നേർത്ത് അസ്ഥികൾ മാത്രം ശോഷിച്ചതുപോലെ തോന്നി. അതിന് സാധാരണ മനുഷ്യന്റെ കൈയുടെ രൂപമല്ല. നീളമുള്ള വളഞ്ഞ വിരലുകൾ, വെള്ളമണ്ണിൽ പൂണ്ടെടുത്തതുപോലെ തോന്നിക്കുന്ന നഖങ്ങൾ. ആ കൈ കിണറിന്റെ അടുപ്പിൽ നിന്നും പുറത്തേക്ക് നീണ്ട് വായുവിൽ തങ്ങി നിന്നു. അത് ആ നിഴൽ രൂപത്തിന്റെ അടുത്തേക്ക് പോകാൻ ശ്രമിക്കുന്നത് പോലെ സുധാകരന് തോന്നി. ആ നിഴൽ രൂപം കിണറിനടുത്ത് കുനിഞ്ഞു നിന്നു. എന്നിട്ട് ആ കൈയുടെ ദിശയിലേക്ക് തല താഴ്ത്തി. അപ്പോൾ സുധാകരന്റെ കാതുകളിൽ വീണ്ടും ആ ശബ്ദം കേട്ടു. ഇത്തവണ അതൊരു മൂളലായിരുന്നില്ല, അതൊരു അലർച്ചയായിരുന്നു. ഒരു സ്ത്രീയുടെ അതിഭീകരമായ വെള്ളത്തിൽ മുങ്ങിമരിക്കുന്നതിനു മുമ്പ് കേൾക്കുന്ന നിലവിളി. സുധാകരന് താൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് പോലും ഓർക്കാൻ കഴിഞ്ഞില്ല. അയാൾ തിരിഞ്ഞോടി. എന്നിട്ട് തൻ്റെ മുറിയിലേക്ക് കയറി കതകടച്ചു കുറ്റിയിട്ടു. അയാളുടെ ശരീരം മുഴുവൻ തണുത്തു വിറയ്ക്കുന്നുണ്ടായിരുന്നു. നെറ്റിയിൽ നിന്നും ഒഴുകിയ വിയർപ്പ് സുധാകരന്റെ കവിളിലൂടെ ഒഴുകിയിറങ്ങി. അയാൾ ഭിത്തിയോട് ചേർന്ന് തളർന്നിരുന്നു. കിണറ്, അടച്ചിട്ട കിണറ്, അതിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് നീണ്ടുവരുന്ന വെള്ളക്കൈ. അത് സന്ധ്യയുടെ കൈയായിരുന്നോ? അല്ല, ഭാസ്കരൻ പറഞ്ഞ യക്ഷി. സുധാകരൻ കതകിൻ്റെ വിടവിലൂടെ പുറത്തേക്ക് നോക്കി. നിശബ്ദം. യാതൊരു ശബ്ദവുമില്ല, ഒരു നിലവിളിയും കേൾക്കുന്നില്ല. എന്നാൽ അയാളുടെ മനസ്സിൽ ആ വെള്ളക്കൈയുടെ രൂപം മായാതെ കിടന്നു. ആ കൈവിരലുകൾ തന്നെ വിളിക്കുന്നത് പോലെ, അകത്തേക്ക് വലിക്കാൻ ശ്രമിക്കുന്നത് പോലെ. കിണറ് വെറുതെ അടച്ചാൽ മാത്രം പോരായിരുന്നു. അതിനുള്ളിൽ നിന്നും വരുന്ന ആപത്തിനെ ശാന്തമാക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. അന്ന് രാത്രി സുധാകരൻ തീരെ ഉറങ്ങിയില്ല. കിണറിന്റെ അടുപ്പിന് മുകളിൽ കൂടി നടന്നു വരുന്ന ഒരു സ്ത്രീയുടെ കാലൊച്ച അയാളുടെ മുറിയുടെ കതകിനടുത്തു വന്ന് നിന്നു. പിന്നെ ഓരോ നിമിഷവും ആരോ കതകിൽ മുട്ടുന്നത് പോലെയുള്ള ശബ്ദം അയാൾ കേട്ടു. സുധാകരൻ കണ്ണുകൾ ഇറുകി അടച്ച ദൈവത്തെ വിളിച്ചു.
പ്രഭാതമായപ്പോൾ ആ വെളിച്ചം അയാൾക്കൊരു ആശ്വാസമായി. കിണറ്റിൽ നിന്നും യക്ഷിയിൽ നിന്നും തൽക്കാലത്തേക്കൊരു മോചനം. എങ്കിലും ആ വെള്ളക്കൈയുടെ ഓർമ്മ അയാളുടെ മനസ്സിൽ മായാതെ കിടന്നു. അതുകൊണ്ട് തന്നെ അയാൾ നേരെ ഭാസ്കരന്റെ അടുത്തേക്ക് പോയി നടന്നതെല്ലാം പറഞ്ഞു. ഭാസ്കരൻ മൗനമായി അല്പനേരം അവനെ നോക്കിയിരുന്നു. ഞാൻ പറഞ്ഞു, സുധാകര, നീ അതൊരു തമാശയായി എടുത്തു. മുത്തിരിങ്ങോട്ടെ പറമ്പ് ഒരു കെണിയാണ്. ആ കിണർ യക്ഷിയെ തടഞ്ഞു വെച്ച ഒരു തടവറയാണ്. ആ അടപ്പ് തുറക്കാൻ അവൾ ശ്രമിക്കുകയാണ്. ആരെങ്കിലും അതിൻ്റെ അടുത്തുകൂടി പോയാൽ അവൾ അവരെ ഉള്ളിലേക്ക് വലിച്ചിടും. ഇനി നീ ആ പറമ്പിൻ്റെ അടുത്തേക്ക് പോകരുത്. നിന്റെ ജീവൻ അപകടത്തിലാണ്. ആ കൈകൾ നിന്നെ ലക്ഷ്യമിട്ട് നീളാൻ തുടങ്ങിയിരിക്കുന്നു. ഭാസ്കരന്റെ വാക്കുകൾ സുധാകരനെ ഭയത്തിന്റെ പരകോടിയിലേക്ക് തള്ളിയിട്ടു. എങ്കിൽ എനിക്കിത് വിറ്റുപോകണം ഭാസ്കര. എനിക്കിനി ഇവിടെ നിൽക്കാൻ കഴിയില്ല, സുധാകരൻ വിറച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ല സുധാകര, നീ എവിടെ പോയാലും അവൾ നിന്നെ വിടില്ല. നിന്റെ വീട് അതിൻ്റെ നിഴലിലാണ്. നിന്റെ വീട്ടിലെ നിഴലുകളിലൂടെ അവൾ സഞ്ചരിക്കും. നീ ഇതിനെ നേരിടണം. എങ്കിൽ മാത്രമേ നിനക്കൊരു മോചനമുള്ളൂ. എങ്ങനെ? ഒരു യക്ഷിയെ ഞാൻ എങ്ങനെ നേരിടും? സുധാകരൻ വീണ്ടും വിറയാർന്ന ശബ്ദത്തിൽ ചോദിച്ചു. ഭാസ്കരൻ അയാളുടെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നമുക്കൊരു വഴി കണ്ടെത്തണം. ആ കിണർ ഒന്നുകൂടി ബലപ്പെടുത്തണം. അല്ലെങ്കിൽ അതിനുള്ളിൽ നിന്നും വരുന്ന ആപത്തിനെ ഒരു ചിലങ്ക കൊണ്ട് തളയ്ക്കണം. അതിന് കുറച്ച് സമയം വേണം. അതുവരെ നീ ശ്രദ്ധിക്കണം. രാത്രിയിൽ വീടിൻ്റെ കതക് തുറക്കരുത്. കിണറിനടുത്തേക്ക് പോകരുത്. ഏറ്റവും പ്രധാനമായി ഒരു കാരണവശാലും ആ കൈകളിൽ സ്പർശിക്കരുത്. സുധാകരൻ തലയാട്ടി. അയാളുടെ ജീവിതം ഭയത്തിൻ്റെയും കിണറിൻ്റെയും ഇടയിൽ ഒരു നൂൽപാലത്തിലൂടെയുള്ള യാത്രയായി മാറുകയായിരുന്നു. സുധാകരൻ വീട്ടിലേക്ക് തിരികെ നടന്നു. മുറ്റത്തെത്തുമ്പോൾ അയാളുടെ നോട്ടം മുത്തിരിങ്ങോട്ട് പറമ്പിലെ അടച്ചിട്ട കിണറിലേക്ക് നീണ്ടു. പകൽ വെളിച്ചത്തിൽ ആ കല്ലടപ്പ് ശാന്തമായി കിടന്നു. ഒരു ദുരന്തവും അവിടെ ഒളിച്ചിരിപ്പില്ലാത്തതുപോലെ. പക്ഷേ സുധാകരൻ അറിയാമായിരുന്നു ആ ശാന്തത രാത്രിയിലെ ഭീകരത മറച്ചുവെക്കാനുള്ള യക്ഷിയുടെ തന്ത്രമാണെന്ന്. ആ വെള്ളക്കൈകൾ തന്നെ കാത്തിരിക്കുകയാണെന്ന്. ആ ദിവസത്തിനു ശേഷം സുധാകരൻ വീടിൻ്റെ കതക് പകൽ പോലും തുറക്കാൻ മടിച്ചു. അയാൾ പേടിച്ച മുറിയിൽ ഒതുങ്ങിക്കൂടി. സ്വന്തം വീട് അയാൾക്കൊരു തടവറയായി. കിണർ അയാളെ ഭയം കൊണ്ട് ബന്ധിച്ചിരിക്കുന്ന ഒരു അദൃശ്യ ചങ്ങല പോലെയും. ഇനി എന്ത് സംഭവിക്കുമെന്ന് സുധാകരന് ഒരു രൂപവുമില്ലായിരുന്നു. ഈ അവസ്ഥയിൽ നിന്നും ഒരു മോചനമില്ലേ? യക്ഷിയുടെ കൈകളിൽ നിന്നും അടച്ചിട്ട കിണറിൻ്റെ നിലവിളികളിൽ നിന്നും തനിക്ക് ഓടി ഒളിക്കാൻ കഴിയുമോ? ഭയം അയാളെ കാർന്നു തിന്നാൻ തുടങ്ങി. സുധാകരൻ ഉറങ്ങിയിട്ട് ദിവസങ്ങളായി. രാത്രി മുഴുവൻ താൻ കേട്ട ആ നേർത്ത കരച്ചിൽ ഇനി കേൾക്കാതിരിക്കാൻ അയാൾ ചെവിയിൽ പഞ്ഞി വെച്ച് കിടന്നു. എന്നിട്ടും ആ ശബ്ദം അയാളുടെ ചെവികളെ ഭേദിച്ച് അയാളുടെ ഉള്ളിലേക്ക് കടന്നു. ഭാസ്കരന്റെ മുന്നറിയിപ്പ് സുധാകരന്റെ ഉള്ളിൽ ഒരു തണുത്ത തീയായി കത്തി നിന്നു. ഈ വീട് വിട്ടുപോകാൻ തനിക്ക് സാധിക്കില്ല. തൻ്റെ സമ്പാദ്യവും വേരുകളും ഈ മണ്ണിലാണ്. പക്ഷേ ഈ മണ്ണ് തന്നെയാണ് തന്നെ ഇപ്പോൾ കൊന്നുകൊണ്ടിരിക്കുന്നതും. അയാൾ രാത്രികളെ വല്ലാതെ ഭയന്നു തുടങ്ങി. പകൽ വെളിച്ചത്തിൽ പോലും കിണറിൻ്റെ ദിശയിലേക്ക് നോക്കാൻ സുധാകരൻ ഭയന്നു. കിണറിൻ്റെ അടുപ്പിൽ നിന്നും പുറത്തേക്ക് നീണ്ട ആ വെളുത്ത എല്ലുകൾ മാത്രം ശേഷിച്ച കൈകളുടെ ചിത്രം അയാളുടെ കൺപോളകളിൽ നിന്നും മാഞ്ഞുപോയില്ല. ഉറങ്ങാൻ ശ്രമിക്കുമ്പോഴെല്ലാം തൻ്റെ കിടക്കയുടെ തലക്കരികിൽ ആരോ വന്നു നിൽക്കുന്നത് പോലെ അയാൾക്ക് തോന്നി. ആദ്യത്തെ ഒരാഴ്ച സുധാകരൻ ഒരു ഭ്രാന്തനെ പോലെ ജീവിച്ചു. അയാൾ തൻ്റെ കിടപ്പുമുറിയുടെ ജനലുകൾ തടിപ്പലകകൾ ഉപയോഗിച്ചടച്ചു. മതിൽക്കെട്ടിനോട് ചേർന്ന് കിടക്കുന്ന തൻ്റെ പറമ്പിലെ കിണർ ഒരു വിഷപ്പാമ്പിനെ പോലെ തന്നെ നോക്കിയിരിക്കുന്നതായി അയാൾക്ക് തോന്നി. പുറത്തെ ലോകവുമായി സുധാകരന് ബന്ധമില്ലാതായി. കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട മൂളൽ ഇപ്പോൾ ഒരു തേങ്ങലായി അയാളുടെ ചെവിയിൽ അലയ്ക്കാൻ തുടങ്ങി. രാത്രി കൃത്യം 12:30 അത് തുടങ്ങും. ഇത്തവണ ശബ്ദം കിണറിനുള്ളിൽ നിന്നായിരുന്നില്ല. അത് അയാളുടെ വീടിൻ്റെ അടുക്കളയുടെ ദിശയിൽ നിന്നുമായിരുന്നു. സുധാകരൻ കിടക്കയിൽ നിന്നും എഴുന്നേൽക്കാൻ ധൈര്യപ്പെട്ടില്ല. തൻ്റെ നെഞ്ചിടിപ്പ് സ്വന്തം ശരീരത്തെ തകർക്കുന്നതുപോലെ അയാൾക്ക് തോന്നി. ആ തേങ്ങൽ അതൊരു സ്ത്രീയുടേതായിരുന്നു. പ്രിയപ്പെട്ടവനെ നഷ്ടപ്പെട്ട ഒരു സ്ത്രീയുടെ നെഞ്ചു തകർന്നുള്ള കരച്ചിൽ. അതിന് ഭീകരതയുടെ രൂപമായിരുന്നില്ല, മറിച്ച് ദുഃഖത്തിൻ്റെ രൂപമായിരുന്നു. എനിക്ക് പോകാൻ കഴിയുന്നില്ലല്ലോ. വളരെ നേരിയൊരു മന്ത്രിക്കൽ. അത് യക്ഷിയുടെ കെണിയാണെന്ന് സുധാകരൻ അറിയാമായിരുന്നു. തൻ്റെ സഹതാപം പിടിച്ചുപറ്റി കതക് തുറപ്പിക്കാനുള്ള തന്ത്രം. പക്ഷേ എന്നിട്ടും ആ ശബ്ദം അയാളുടെ എല്ലാ പ്രതിരോധങ്ങളെയും തകർത്തു. ഒരു മനുഷ്യൻ എന്ന നിലയിൽ വേദനിക്കുന്ന ഒരു സ്ത്രീയുടെ അടുത്തേക്ക് പോകാൻ അയാളുടെ മനസ്സാവശ്യപ്പെട്ടു. സ്വയം അറിയാതെ സുധാകരൻ കതകിലേക്ക് കൈനീട്ടി. അരുത് സുധാകര, കതക് തുറക്കരുത്. ഭാസ്കരൻ്റെ ശബ്ദം അവൻ്റെ ചെവിയിൽ മുഴങ്ങി. അയാൾ കൈ പിൻവലിച്ചു. ആ രാത്രി മുഴുവൻ ഭയം കാരണം സുധാകരൻ കിടക്കയിൽ ചുരുണ്ടു കിടന്നു. നേരം പുലർന്നപ്പോൾ അടുക്കളയുടെ ഭാഗത്തേക്ക് പോയി നോക്കി. തറയിൽ അടുക്കളയുടെ പിൻവാതിലിനടുത്ത് ഉണങ്ങിത്തുടങ്ങിയ ചെളിയുടെ പാടുകൾ. അവ ഒരു മനുഷ്യൻ്റെ കാൽപ്പാടുകളായിരുന്നില്ല. നീളമുള്ള നേരിയ 3 വിരലുകളുള്ള എന്തോ ഒന്നിൻ്റെ പാടുകൾ. കിണറ്റിലെ വെള്ളം ഉപയോഗിക്കാതായിട്ട് വർഷങ്ങളായി. എന്നിട്ടും ഈ ചെളി എവിടെ നിന്ന് വന്നു?
സുധാകരൻ ഭയന്നു വിറച്ചു. അടുക്കളയുടെ ഓരത്ത് ചുമരിൽ അവിടെയിവിടെയായി നഖങ്ങൾ കൊണ്ട് ഉരസിയതുപോലെയുള്ള നേരിയ പാടുകൾ. ഒരുപക്ഷെ ആ വെള്ളക്കൈ കതകിൻ്റെ വിടവിലൂടെ അടുക്കളയിലേക്ക് നീണ്ടുവന്ന് തന്നെ തപ്പി നോക്കാൻ ശ്രമിച്ചിരിക്കാം. ആ സംഭവം സുധാകരനെ ഭ്രാന്തിൻ്റെ വക്കിലെത്തിച്ചു. അയാൾ നേരെ ഭാസ്കരൻ്റെ അടുത്തേക്ക് ഓടി. നടന്നതെല്ലാം ചെളിപ്പാടുകളുടെ കാര്യവും ഉരസലിൻ്റെ പാടുകളുടെ കാര്യവും ഭാസ്കരനെ ധരിപ്പിച്ചു. ഭാസ്കരൻ എല്ലാം ശാന്തമായി കേട്ടു. എന്നിട്ട് സുധാകരൻ്റെ നെറ്റിയിൽ ഭസ്മം പൂശിക്കൊണ്ട് പറഞ്ഞു, സുധാകര, അവൾ നിന്നെ ലക്ഷ്യമിട്ടിരിക്കുന്നു. യക്ഷികൾ വെറും പ്രേതങ്ങളല്ല, അവർക്ക് ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളുമുണ്ട്. അവൾക്ക് പുറത്തു വരാൻ കഴിയുന്നില്ല. ആ കരിങ്കൽ പലക അവളുടെ ശക്തിയെ തളച്ചിട്ടിരിക്കുകയാണ്. കിണർ വെറുമൊരു കിണറല്ല, അതൊരു ബന്ധനമന്ത്രം പോലെ പ്രവർത്തിക്കുന്നു. അവൾക്ക് പുറത്തു വരാൻ വേണ്ടത് ഒരു മനുഷ്യൻ്റെ സ്പർശനമാണ്. കിണറിൻ്റെ അടുപ്പിന് മുകളിലെ കല്ലിൽ ആരെങ്കിലും സ്പർശിച്ചാൽ, അല്ലെങ്കിൽ ആ കൈകളിൽ ആരെങ്കിലും സ്പർശിച്ചാൽ ആ ബന്ധനം തകർക്കപ്പെടും. എങ്കിലെനിക്കൊരു വഴി പറഞ്ഞതാ ഭാസ്കര. സുധാകരൻ കരച്ചിലിൻ്റെ വക്കിലെത്തി. ഭാസ്കരൻ തൻ്റെ പൂജാമുറിയിൽ നിന്നും നൂൽബന്ധനം ചെയ്ത ഒരു ചെറിയ മണിച്ചിലങ്ക എടുത്ത് സുധാകരൻ നൽകി. ഇത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒന്നാണ്. നീ ഇത് നിന്റെ കിടപ്പുമുറിയിൽ കിണറിൻ്റെ ദിശയിലുള്ള ചുമരിൽ ആരും കാണാത്ത ഒരിടത്ത് ഒളിച്ചു വെക്കണം. ഇത് വെച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഒരു രാത്രിയിലും നിന്റെ മുറിയുടെ കതക് തുറക്കരുത്. എത്ര വലിയ ദുരന്തമാണ് സംഭവിക്കുന്നതെങ്കിൽ പോലും ഒരു കാരണവശാലും ആ കിണറിനടുത്തേക്ക് തിരികെ പോകരുത്. അവൾ നിന്നെ വീടിനുള്ളിൽ നിന്നും പുറത്തേക്ക് വലിച്ചിഴയ്ക്കാൻ ശ്രമിക്കും. നീ ശക്തനായിരിക്കണം. ഈ ചിലങ്കയ്ക്ക് നിന്നെ ഒരു പരിധിവരെ രക്ഷിക്കാൻ കഴിയും. ഭാസ്കരൻ്റെ വാക്കുകൾ സുധാകരന് ഒരു പുതിയ പ്രതീക്ഷ നൽകി. സുധാകരൻ ആ ചിലങ്ക നെഞ്ചോട് ചേർത്ത് വീട്ടിലേക്ക് തിരിച്ചുപോയി. വീട്ടിലെത്തിയ സുധാകരൻ കിണറിൻ്റെ ദിശയിലുള്ള ചുമരിലെ വിടവിൽ ആരും കാണാത്ത ഒരു തടിപ്പലകയുടെ പുറകിലായി ചിലങ്ക ഒട്ടിച്ചു വെച്ചു. ആ മണിച്ചിലങ്കയിൽ നിന്നും ഒരു നേരിയ ചെമ്പിൻ്റെ മണം മുറിയിൽ നിറഞ്ഞു. അന്ന് രാത്രി പതിവിലും നേരത്തെ സുധാകരൻ കിടക്കയിൽ കയറി കിടന്നു. സമയം 12 മണി കഴിഞ്ഞു. പതിവുള്ള തേങ്ങലോ നിലവിളിയോ കേൾക്കുന്നില്ല. മുറിയിൽ ഒരുതരം ആശ്വാസം നിറഞ്ഞു. ചിലങ്ക പ്രവർത്തിക്കുന്നു. സുധാകരൻ ആദ്യമായി ഒരാഴ്ചയ്ക്ക് ശേഷം ശാന്തമായി ഉറങ്ങാൻ തുടങ്ങി. അയാൾ ഉറക്കത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് ഒരു വിചിത്രമായ ശബ്ദം കേട്ടു. അത് കിണറ്റിൽ നിന്നും വെള്ളം കോരുന്നതിൻ്റെ ശബ്ദമായിരുന്നു. വർഷങ്ങളായി ഉപയോഗിക്കാത്ത കിണറ്റിൽ നിന്നും. അതൊരു ഇരുമ്പ് ബക്കറ്റ് കല്ലിൽ തട്ടുന്നതിൻ്റെ, ചങ്ങല താഴേക്ക് പോകുന്നതിൻ്റെ, വെള്ളം കോരിയെടുക്കുന്നതിൻ്റെ ശബ്ദമായിരുന്നു. സുധാകരൻ ഞെട്ടി എഴുന്നേറ്റ് ചിലങ്ക ഒട്ടിച്ച ചുമരിലേക്ക് നോക്കി. ആ ശബ്ദം ആ ചുമരുകൾക്കുള്ളിലൂടെ അയാളുടെ ചെവിയിലേക്ക് നേരിട്ടെത്തുകയായിരുന്നു. ആ ശബ്ദത്തിൻ്റെ താളം സാധാരണ വെള്ളം കോരുന്നത് പോലെയായിരുന്നില്ല. അത് ഭ്രാന്തമായൊരു താളമായിരുന്നു. കോരുക, വലിക്കുക, കല്ലിൽ തട്ടുക, വീണ്ടും കോരുക. പെട്ടെന്ന് ആ ശബ്ദം നിലച്ചു. മുറിയിൽ വീണ്ടും നിശബ്ദത. സുധാകരൻ ഭയന്നു വിറച്ചു. അപ്പോൾ അടുത്ത ശബ്ദം വന്നു. വളരെ അടുത്ത് അയാളുടെ കിടക്കയുടെ ഓരത്ത് തറയിൽ തണുത്ത വെള്ളം വീഴുന്നതിൻ്റെ ശബ്ദം. തുള്ളികളായി തുള്ളികളായി. സുധാകരൻ മെല്ലെ ബെഡിൽ നിന്നും തലയുയർത്തി നോക്കി. അയാളുടെ മുറിയുടെ പുറത്ത് കതകിനോട് ചേർന്ന് തുള്ളികളായി വെള്ളം വീഴുന്നു. അതും തണുത്ത ഉറഞ്ഞ ഐസ് പോലെയുള്ള തണുപ്പ് പടർത്തിക്കൊണ്ട്. സുധാകരൻ മെല്ലെ തറയിലേക്ക് നോക്കി. കതകിൻ്റെ അടിയിലെ വിടവിലൂടെയാണ് ആ വെള്ളം അകത്തേക്ക് ഒഴുകുന്നത്. സുധാകരൻ കിടക്കയിൽ നിന്നും ചാടി എഴുന്നേറ്റ് കതകിൻ്റെ അടുത്തേക്ക് ഓടി. എന്നിട്ട് വിറച്ച് കതകിൽ കാതുവെച്ചു. പുറത്ത് ആരുമില്ല. അയാളുടെ നോട്ടം കതകിൻ്റെ അടിയിലെ വിടവിലേക്ക് പോയി. ആ വിടവിലൂടെ നേർത്ത ഭീകരമായ ഒരു കാഴ്ച കണ്ടു. 4 വിരലുകൾ, ഒരു വെളുത്ത കൈയുടെ വിരലുകൾ കതകിൻ്റെ അടിയിലൂടെ അകത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നു. ആ വിരലുകൾക്ക് അസാമാന്യമായ നീളമുണ്ടായിരുന്നു. നഖങ്ങൾ ഇരുമ്പിൻ്റെ അഗ്രം പോലെ തറയിലുരസി നേരിയ ശബ്ദമുണ്ടാക്കി. അത് തപ്പി നോക്കുകയാണ്. വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ, തന്നെ കണ്ടെത്താൻ. യക്ഷി ആ കൈകൾ നീട്ടി തപ്പി നോക്കുകയാണ്. സുധാകരൻ പിന്നോട്ട് ചാടിപ്പോയി. അയാളുടെ നെഞ്ചിലൂടെ ഒരു തണുപ്പ് ഇരച്ചുകയറി. ഭാസ്കരൻ പറഞ്ഞത് സത്യമാണ്. അവൾക്ക് കതക് തുറക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് വിടവിലൂടെ കൈകൾ കടത്തി തന്നെ വലിച്ചിടാൻ ശ്രമിക്കുന്നത്. സുധാകരൻ ഭയന്നു. ആ ഭയം അയാളിൽ ഒരു തളർച്ച സൃഷ്ടിച്ചു. അയാൾ ആ 4 വിരലുകൾക്ക് നേരെ നോക്കി. വിരലുകൾ അനങ്ങി. താളമില്ലാത്ത ഒരു നൃത്തം പോലെ. പെട്ടെന്ന് മുറിയിലെ ചിലങ്കൊട്ടിച്ച ഭാഗത്തു നിന്നും ഒരു നേരിയ ശബ്ദം കേട്ടു. ചിലങ്ക നിലത്ത് വീണു. ചെമ്പിൻ്റെ ആ മണിച്ചിലങ്ക തറയിൽ വീണപ്പോൾ ആ 4 വിരലുകൾ ഒരൽപ്പം പിന്നോട്ട് വലിച്ചു. ആ വെള്ളത്തിന് തണുപ്പുകൂടി. ചിലങ്ക, അതിൻ്റെ ബന്ധനം പൊട്ടിയിരിക്കുന്നു. സുധാകരൻ വെപ്രാളത്തോടെ ചിലങ്കയുടെ അടുത്തേക്കോടി. അത് തറയിൽ ചെളിവെള്ളത്തിൽ കിടക്കുന്നു. അയാൾ അത് കയ്യിലെടുക്കാൻ ശ്രമിച്ചു. ആ നിമിഷം കതകിൻ്റെ താഴെയുള്ള വിടവ് കൂടുതൽ വലുതായി. ഒരു കൈ മുഴുവനായും. അതൊരു മാംസളമായ കൈയായിരുന്നില്ല. വെള്ള നിറത്തിൽ എല്ലുകൾ മാത്രം ശേഷിച്ച നീളമുള്ള ഭീകരമായ ഒരു കൈ. അത് വേഗത്തിൽ തറയിലൂടെ നീങ്ങി സുധാകരൻ്റെ കാലുകൾ ലക്ഷ്യമാക്കി വരാൻ തുടങ്ങി. ആ കൈയുടെ നഖങ്ങൾ അയാളുടെ കാലിൽ തട്ടിയില്ല.
പക്ഷേ അതടുത്തു വന്നപ്പോൾ ആ തണുപ്പ് ഐസ് പോലെ സുധാകരന്റെ കാലിൽ അരിച്ചു കയറി. സുധാകരൻ ഭയന്ന് നിലവിളിച്ചു. അയാൾ ചാടി പിന്നോട്ട് മാറി. ആ കൈ തറയിൽ അയാളെ നോക്കി ഇഴയുന്ന ഒരു വിഷപ്പാമ്പിനെ പോലെ തോന്നിച്ചു. ഇങ്ങോട്ട് വാ, എൻ്റെ അടുത്തേക്ക് വാ, ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ ശബ്ദം അയാളുടെ ഉള്ളിൽ നിന്നാണ് കേട്ടത്. യക്ഷിയുടെ തന്ത്രം. സുധാകരൻ നിലവിളിച്ച് ചാടി കട്ടിലിന് മുകളിലേക്ക് കയറിയിരുന്നു. അയാളുടെ ശരീരം വിറച്ചു. ഒരു യക്ഷിയുടെ കൈ അടച്ചിട്ട കിണറ്റിൽ നിന്നും പുറത്തേക്ക് നീണ്ട് തൻ്റെ മുറിക്കുള്ളിൽ വന്ന് തന്നെ പിടിക്കാൻ ശ്രമിക്കുന്നു എന്ന് അയാൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആ കൈ മെല്ലെ കട്ടിലിൻ്റെ അടിയിലൂടെ സുധാകരനെ വലിച്ചിടാൻ ശ്രമിച്ചു. സുധാകരൻ കാലുകൾ മുകളിലേക്ക് വലിച്ചു വെച്ചു. ആ കൈയുടെ വിരലുകൾ കട്ടിലിൻ്റെ തടിയിൽ ഉരസി ശബ്ദമുണ്ടാക്കി. അയാളുടെ മനസ്സിൽ ഒരു ചിന്ത മാത്രം അവശേഷിച്ചു. ഇതിൽ നിന്നും രക്ഷപ്പെടണം. പക്ഷേ എങ്ങനെ? സുധാകരൻ പേടിച്ച് മേൽക്കൂരയിലേക്ക് നോക്കി. അവിടെ സീലിംഗിൽ ഒരു കറുത്ത പാട്. അത് മെല്ലെ താഴേക്ക് ഇറങ്ങി വരുന്നത് പോലെ അയാൾക്ക് തോന്നി. അയാൾ പേടിച്ച് നിലത്ത് കിടന്ന ചിലങ്കയെടുത്ത് കട്ടിലിൽ ഇരുന്നു കൊണ്ട് തന്നെ ആ കൈയുടെ നേർക്കെറിഞ്ഞു. ചിലങ്ക കയ്യിൽ തട്ടിയതും ആ വെള്ളക്കൈ തീയിൽ വീണതുപോലെ പിന്നോട്ട് വലിച്ചു. ഒപ്പം ഭീകരമായ ഒരു അലർച്ച കിണറിൻ്റെ ദിശയിൽ നിന്നും കേട്ടു. വീണ്ടും വെള്ളം കോരുന്നതിൻ്റെ ശബ്ദം, അതും അതിവേഗത്തിൽ. വെള്ളം കോരൽ, ചങ്ങലയുടെ ശബ്ദം, അലർച്ച. ആ കൈ ഞൊടിയിടയിൽ കതകിൻ്റെ വിടവിലൂടെ പുറത്തേക്ക് വലിച്ചു. പുറത്ത് ചെളിവെള്ളം വീഴുന്ന ശബ്ദം നിലച്ചു. സുധാകരൻ കട്ടിലിന് മുകളിൽ തളർന്നു വീണു. അയാളുടെ ശരീരം തണുത്തുറഞ്ഞിരുന്നു. നേരം പുലരുന്നതുവരെ സുധാകരൻ കണ്ണടച്ചില്ല. നേരം വെളുത്തപ്പോൾ അയാൾ തറയിലേക്ക് നോക്കി. കതകിൻ്റെ താഴെ വിടവിലൂടെ വെള്ളം കയറി വന്നതിൻ്റെ പാടുകൾ, ചെളിവെള്ളം ചുമരിൽ ഉരസിയതിൻ്റെ കറുത്ത പാടുകൾ. അയാൾ ആരെയും വിളിച്ചില്ല. വിളിച്ചിട്ട് കാര്യമില്ലെന്ന് അയാൾക്കറിയാമായിരുന്നു. തൻ്റെ വാക്കുകൾ ആരും വിശ്വസിക്കില്ല. സുധാകരൻ വീണ്ടും ഭാസ്കരനെ കണ്ടു. ഭാസ്കര, ചിലങ്ക എന്നെ രക്ഷിച്ചു. പക്ഷെ ആ കൈ എൻ്റെ മുറിയിലേക്ക് കയറി വന്നു. അതെന്നെ വലിച്ചിടാൻ ശ്രമിച്ചു. അവൾക്ക് പുറത്തു വരാൻ വേണ്ടത് എൻ്റെ സ്പർശനമാണ്. ഭാസ്കരൻ ഭയം നിറഞ്ഞ കണ്ണുകളോടെ സുധാകരനെ നോക്കി. നീ കണ്ടത് യഥാർത്ഥമാണ് സുധാകര. അവൾ നിന്റെ വീട്ടിലേക്ക് കടക്കാൻ ശ്രമിച്ചിരിക്കുന്നു. ചിലങ്കയുടെ ശക്തി തളർന്നാൽ അവൾ നിന്നെ ഉള്ളിലേക്ക് വലിച്ചിടും. അവൾ നിന്റെ ചുറ്റും ഒരു കെണിയൊരുക്കിയിരിക്കുന്നു. ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ. നമ്മൾ കിണറിന് ചുറ്റും ഒരു പുതിയ ബന്ധനമതിൽ തീർക്കണം. അതൊരു താൽക്കാലിക പരിഹാരം മാത്രമാണ്. യഥാർത്ഥ പരിഹാരം ആ കിണറിൻ്റെ അടപ്പ് തുറന്ന് ആ യക്ഷിയെ എന്നേക്കുമായി തളച്ചിടുകയാണ്. കിണർ തുറക്കാനോ? ഭാസ്കര, നീ എന്താണ് പറയുന്നത്? അതിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് നീളുന്ന കൈകൾ. സുധാകരൻ പേടിച്ചു വിറച്ചു. നിനക്ക് ജീവിക്കണമെങ്കിൽ നീ ഇത് ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ അവൾ ഒരു ദിവസം നിന്റെ കതക് തകർത്ത് അകത്തേക്ക് വരും. അവൾക്ക് വേണ്ടത് നിന്നെയാണ്. കാരണം സന്ധ്യയുടെ ആത്മാവ് പോയതിനു ശേഷം അവിടെ അടുത്തൊന്നും ഒരു മനുഷ്യൻ്റെ മരണം സംഭവിച്ചിട്ടില്ല. അവൾ പട്ടിണിയിലാണ്. ഭാസ്കരൻ സുധാകരന് വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് ചെയ്ത് നൽകി. പഴയ മന്ത്രത്തകിടുകൾ, ഭസ്മം, ഏലസ്, ഉണങ്ങിയ പലതരം ഇലകൾ, പ്രത്യേകതരം ചരടുകൾ. ആ ദിവസം രാത്രി സുധാകരൻ കയ്യിലൊരു ടോർച്ചും ഭാസ്കരൻ കൊടുത്ത മന്ത്രം ജപിച്ച ഒരു ചരടും കത്തിയുമെടുത്ത് മുത്തിരിങ്ങോട് പറമ്പിൻ്റെ മതിലിനടുത്തേക്ക് നടന്നു. അയാളുടെ ഹൃദയം ഒരു ചെണ്ട കൊട്ടുന്നത് പോലെ ശബ്ദമുണ്ടാക്കി. സുധാകരൻ മതിലിൻ്റെ അപ്പുറത്തെത്തി. കിണർ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഒരു വലിയ കരിങ്കൽ പലക കാണാം. അതിൻ്റെ ഓരത്ത് പുല്ല് കരിഞ്ഞുണങ്ങിക്കിടക്കുന്നു. പെട്ടെന്ന് അയാളുടെ കാലിനടിയിൽ എന്തോ നനങ്ങി. സുധാകരൻ ടോർച്ചടിച്ച് നോക്കി. അത് ഒരു തുണിയുടെ കഷ്ണമായിരുന്നു. വളരെ പഴയ വെള്ള നിറമുള്ള കീറിയ ഒരു തുണി. അത് സന്ധ്യ മരിച്ചപ്പോൾ ധരിച്ചിരുന്ന വസ്ത്രത്തിൻ്റെ കഷ്ണമാകുമോ? ആ തുണിയിൽ നിന്നും ഉണങ്ങിയ ചെളിയുടെ മണവും ചിലങ്കയുടെ നേരിയ ശബ്ദവും അയാൾക്ക് അനുഭവപ്പെട്ടു. സുധാകരൻ കുറച്ചുകൂടി മുന്നോട്ട് നടന്നു. കിണറിൻ്റെ അടുത്തെത്തിയപ്പോൾ ഭയം അയാളുടെ എല്ലാ രോമകൂപങ്ങളെയും എഴുന്നേൽപ്പിച്ചു. കിണറിൻ്റെ അടുപ്പിൽ ഒരു ചെറിയ വിടവ്. ആ വിടവ് തലേന്ന് കണ്ടതിനേക്കാൾ വലുതായിരുന്നു. കരിങ്കൽ പലകയ്ക്ക് ചെറിയൊരു ചലനം സംഭവിച്ചിരിക്കുന്നു. ആ വിടവിൽ അയാൾ ടോർച്ചടിച്ചു നോക്കി. ഇരുട്ട്, അഗാധമായ ഇരുട്ട്. പക്ഷെ ആ ഇരുട്ടിൽ എന്തോ ഒന്ന് മിന്നുന്നത് സുധാകരൻ കണ്ടു. അയാൾ ഭയന്ന് പുറകിലേക്ക് വേച്ചുപോയി. ആ നിമിഷം കിണറിനുള്ളിൽ നിന്നും ഒരു ചൂളം വിളി കേട്ടു. അതൊരു മനുഷ്യൻ്റെ ചൂളം വിളിയായിരുന്നില്ല. അത് കാറ്റിൽ വാഴയിലകൾ ആടിയുലയുന്നത് പോലെ ഒരു വിചിത്രമായ ശബ്ദമായിരുന്നു. ആ ശബ്ദം കേട്ട് സുധാകരൻ്റെ കൈകൾ തളർന്നു. കയ്യിലെ ടോർച്ച് താഴെ വീണു. വെള്ളക്കൈകളുടെ വലയം. ഇരുട്ടിൽ സുധാകരൻ പേടിച്ചു നിന്നു. ടോർച്ച് വീണ ശബ്ദം ആ നിശബ്ദതയിൽ ഒരു ബോംബ് പൊട്ടിയതുപോലെ തോന്നി. ആ സമയം കിണറിൻ്റെ വിടവിൽ നിന്നും നേരത്തെ കണ്ട വെള്ളക്കൈ പുറത്തേക്ക് നീണ്ടുവന്നു. ഒരൊറ്റ കൈയായിരുന്നില്ല. ഇരുവശത്തു നിന്നും 4 or 5 കൈകൾ. ആ കൈകൾ ഒരൊറ്റ സ്ത്രീയുടെ കൈകളായിരുന്നില്ല. ഒന്ന് വളരെ നേർത്തതും ഒന്ന് വലുതും മറ്റൊന്ന് ഒരു കുട്ടിയുടെ കൈ പോലെയുമായിരുന്നു. പക്ഷേ എല്ലാ കൈകൾക്കും ഒരേ നിറമായിരുന്നു. നിറം മങ്ങിയ വെള്ള നിറം. എല്ലുകൾ മാത്രം ശേഷിച്ചതുപോലെ തോന്നിക്കുന്ന നീണ്ട വിരലുകളുള്ള നഖങ്ങൾ വളർന്നുപോയ ഭീകരമായ കൈകൾ.
ആ കൈകൾ കിണറിനു ചുറ്റും ഒരു വലയം തീർത്തു. ആ കൈകൾക്ക് ഒരു മണമുണ്ടായിരുന്നു. പായലിൻ്റെയും ചീഞ്ഞളിഞ്ഞ വെള്ളത്തിൻ്റെയും ഉണങ്ങിയ മണ്ണിൻ്റെയും മണം. ആ മണം സുധാകരനെ ശ്വാസം മുട്ടിച്ചു. എനിക്കിത് വേണ്ട, എനിക്കിത് വേണ്ട, എനിക്കിനി ഈ ലോകം വേണ്ട. ഒരു നേരിയ നിലവിളി പല കൈകളിൽ നിന്നും ഒരുമിച്ചുയർന്നു. കൈകൾ നീണ്ടുവന്നു സുധാകരൻ്റെ നേരെ അയാളെ ചുറ്റിപ്പിടിക്കാൻ. സുധാകരൻ ഓടി. ഓട്ടത്തിനിടയിൽ കയ്യിലെ ചരടും ഭസ്മവും താഴെ വീണു. അതെടുക്കാൻ നിൽക്കാതെ സുധാകരൻ കിണറിൻ്റെ ദിശയിൽ നിന്നും പുറത്തേക്ക് മതിലിൻ്റെ നേർക്കോടി. ഓടുന്നതിനിടയിൽ ഒരു കൈ അയാളുടെ കാലിൽ പിടിമുറുക്കി. ആ തണുപ്പ് ഐസ് പോലെ സുധാകരൻ്റെ കാലിൽ അരിച്ചു കയറി. നഖങ്ങൾ അയാളുടെ മാംസത്തിൽ കൊണ്ടു. സുധാകരൻ ഉറക്കെ നിലവിളിച്ചു. അയാൾ താഴെ വീണു. നിലത്ത് വീണ അയാളുടെ ശരീരം കിണറിൻ്റെ ദിശയിലേക്ക് വലിച്ചിഴക്കപ്പെടാൻ തുടങ്ങി. സുധാകരൻ്റെ അടിവയറ്റിൽ ഒരു ഭീകരമായ വേദന അനുഭവപ്പെട്ടു. ഒരു ശക്തി അയാളെ മണ്ണിനോട് ചേർന്ന് വലിച്ചുകൊണ്ടിരുന്നു. സുധാകരൻ പേടിച്ച് നിലവിളിച്ചു. അയാൾ കൈകൊണ്ട് നിലത്തെ പുല്ലിൽ മുറുകെ പിടിച്ചു. വിടില്ല, ഞാൻ നിന്നെ വിടില്ല, നീ എൻ്റെയാണ്, കിണറിലേക്ക് വാ. ആ ശബ്ദം അയാളുടെ തലച്ചോറിനുള്ളിൽ നിന്നുമാണ് വന്നത്. സുധാകരൻ തൻ്റെ സർവ്വശക്തിയുമെടുത്ത് കിണറിൻ്റെ ദിശയിൽ നിന്നും പിന്തിരിഞ്ഞ് മണ്ണിലും പുല്ലിലുമായി പിടിച്ചു വലിച്ചു. അയാളുടെ കൈയിലെ നഖങ്ങൾ മണ്ണിൽ ആഴ്ന്നുപോയി. പെട്ടെന്ന് ആ കൈയുടെ പിടിയയഞ്ഞു. സുധാകരൻ ഞൊടിയിടയിൽ എഴുന്നേറ്റോടി. മതിലിൻ്റെ മുകളിലൂടെ അപ്പുറത്തേക്ക് ചാടിക്കടന്നു. തൻ്റെ വീടിൻ്റെ കതക് ഒരു രക്ഷാകവചം പോലെ അയാൾ കണ്ടു. സുധാകരൻ വീടിൻ്റെ കതകിനടുത്തേക്ക് ഓടി. കതക് തുറന്ന് അകത്ത് കയറി കുറ്റിയിട്ടു. ഭയം കാരണം നെഞ്ചിലൊരു വലിയ ഭാരം കയറ്റി വെച്ചതുപോലെ സുധാകരന് തോന്നി. അയാളുടെ കാലിൽ നിന്നും രക്തം വരുന്നുണ്ടായിരുന്നു. 3 വരകൾ, നീളമുള്ള നഖങ്ങൾ മാംസത്തിൽ ഉരസിയതിൻ്റെ പാടുകൾ. അയാൾ കതകിൻ്റെ വിടവിലൂടെ പുറത്തേക്ക് നോക്കി. ഇരുട്ട്, നിശബ്ദത. കാലിലെ മുറിവ് യക്ഷിയുടെ സ്പർശത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായി നീറി. ആ കൈകളുടെ ഭീകരമായ തണുപ്പ് അയാളുടെ ഉള്ളിൽ നിന്നും മാഞ്ഞുപോയില്ല. ഭാസ്കരൻ പറഞ്ഞത് ശരിയാണ്, അവൾക്ക് വേണ്ടത് സ്പർശനമാണ്. അവളുടെ കൈകളിൽ സ്പർശിക്കുകയോ അവൾ നമ്മളെ സ്പർശിക്കുകയോ ചെയ്താൽ ബന്ധനം പൊട്ടും. സുധാകരൻ മെല്ലെ എഴുന്നേറ്റു. ചിലങ്ക അയാൾ മുറുകെ പിടിച്ചു. ഇനിയും തനിക്ക് വീട്ടിൽ ഒതുങ്ങിക്കൂടാൻ കഴിയില്ല. താൻ എന്തു ചെയ്യും? സുധാകരൻ കതകിനടുത്തേക്ക് പോയി പുറത്തേക്ക് നോക്കി. കിണർ ശാന്തമായി കിടക്കുന്നു. പക്ഷേ അയാൾക്കറിയാം, അത് അടുത്ത ഇരയ്ക്കു വേണ്ടി കാത്തിരിക്കുന്ന ഒരു കെണിയാണെന്ന്. കാൽമുട്ടിൽ നിന്ന് ചോരയൊലിപ്പിച്ചുകൊണ്ട് കട്ടിലിരിക്കുമ്പോൾ സുധാകരൻ്റെ ഉള്ളിൽ ഭീകരമായ ഒരു സത്യം ഉദിച്ചുയർന്നു. കിണർ തന്നിലേക്ക് വരികയാണ്. അത് ഒരിടത്ത് അടങ്ങിയിരിക്കുന്ന ദുരന്തമല്ല. അതിൻ്റെ ഉള്ളിലെ ശക്തി അടപ്പിൽ നിന്നും തറയിൽ നിന്നും ചുമരുകളിൽ നിന്നും തന്നിലേക്ക് ഇഴഞ്ഞെത്താൻ ശ്രമിക്കുന്നു. ആ വെള്ളക്കൈയുടെ സ്പർശം അയാളുടെ കാലിൽ 3 നീണ്ട തണുത്ത പാടുകളായി അവശേഷിച്ചു. ആ മുറിവിൽ ഒരു സാധാരണ മുറിവിൻ്റെ വേദനയായിരുന്നില്ല. അത് എല്ലുകളിലേക്ക് തുളച്ചു കയറുന്ന ഒരുതരം വിറങ്ങലിച്ച തണുപ്പായിരുന്നു. സുധാകരന് തൻ്റെ വീടിൻ്റെ ഊഷ്മളത നഷ്ടപ്പെട്ടതായി തോന്നി. പകൽ വെളിച്ചത്തിൽ പോലും അയാളുടെ മുറിയിൽ ഒരുതരം ഈർപ്പം തളം കെട്ടി നിന്നു. വീടിൻ്റെ വാതിലും ജനലും അടച്ചുപൂട്ടിയിട്ടും ചീഞ്ഞ പായലിൻ്റെയും പഴയ വെള്ളത്തിൻ്റെയും ഒരു പ്രത്യേക ദുർഗന്ധം മുറിയിൽ വ്യാപിക്കാൻ തുടങ്ങി. ആ മണം തൻ്റെ മനസ്സിനെ കിണറ്റിലേക്ക് വലിച്ചിഴയ്ക്കുന്നത് പോലെ അയാൾക്ക് തോന്നി. ആ ദിവസങ്ങളിൽ രാത്രിയിൽ കേൾക്കുന്ന മൂളലും തേങ്ങലും പുതിയ രൂപം പ്രാപിച്ചു. അത് ഒരു ദുഃഖമായിരുന്നില്ല, അതൊരു പരിഹാസമായിരുന്നു. എവിടെ ഒളിച്ചിരുന്നാലും എന്നെ വിട്ടുപോകില്ല, നീ എൻ്റെ അടുത്തേക്ക് വന്നേ പറ്റൂ. ഈ ലോകം നിനക്ക് ശാന്തത തരില്ല, നീയും എന്നെ പോലെ തണുത്തുറയും. ആ ശബ്ദം സുധാകരൻ്റെ തലച്ചോറിൽ നേരിട്ടാണ് പതിച്ചത്. ആരുടെയൊക്കെയോ ചിരികൾ, നേരിയ മന്ത്രണങ്ങൾ, ഭീകരമായ ഒരു കളിയുടെ താളത്തിലുള്ള മണിനാദം. സുധാകരൻ പേടിച്ച് തലയിണ കൊണ്ട് തൻ്റെ ചെവികൾ അടച്ചുപിടിച്ചു. അവൻ്റെ മുറിയുടെ കതകിൻ്റെ താഴെ തലേന്ന് കണ്ട ചെളിവെള്ളത്തിൻ്റെ പാടുകൾ അപ്പോഴും ഉണ്ടായിരുന്നു. അതുണങ്ങിയിരുന്നില്ല. പകരം ആ തണുത്ത വെള്ളം കതകിൻ്റെ അകലം കൂട്ടി അവൻ്റെ മുറിയുടെ തറയിലേക്ക് ഒഴുകിപ്പറന്നു. അതൊരൊറ്റ സ്ഥലത്ത് തളം കെട്ടി നിൽക്കുകയല്ല, അത് ചലിക്കുന്നു. മുറിയുടെ മധ്യഭാഗത്തേക്ക്, അവൻ്റെ കട്ടിലിൻ്റെ ദിശയിലേക്ക് മെല്ലെ ഇടയുന്നു. ആ വെള്ളം കിണറ്റിൽ നിന്നുള്ളതാണ്. അതിൻ്റെ ഉള്ളിലെ യക്ഷി ഈ വെള്ളത്തിലൂടെ തൻ്റെ സാന്നിധ്യം വീടിനുള്ളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. സുധാകരൻ ഭയന്ന് കട്ടിലിൻ്റെ മുകളിൽ കയറിയിരുന്നു. കാലുകൾ നിലത്ത് തട്ടാതിരിക്കാൻ അയാൾ ശ്രദ്ധിച്ചു. ആ വെള്ളത്തിൽ കാൽ വെച്ചാൽ ആ ഐസ് തണുപ്പിലൂടെ ആ വെള്ളക്കൈകൾ തന്നെ വലിച്ചിടാൻ ശ്രമിക്കുമെന്ന് അയാൾക്കറിയാമായിരുന്നു. ഇനി കാത്തിരിക്കുന്നതിൽ കാര്യമില്ലെന്ന് സുധാകരന് മനസ്സിലായി. അയാൾ അടുത്ത ദിവസം രാവിലെ തന്നെ ഭാസ്കരനെ പോയി കണ്ടു. ഭാസ്കര, എനിക്ക് പേടി സഹിക്കാൻ കഴിയുന്നില്ല. അവൾ വെള്ളത്തിലൂടെ അകത്തേക്ക് കയറാൻ ശ്രമിക്കുന്നു. ആ അടപ്പ് അതുടനെ പൊട്ടും. നമുക്ക് ആ ബന്ധനമതിൽ ഉടനെ തീർക്കണം, സുധാകരൻ ഭയത്തോടെ പറഞ്ഞു. ഭാസ്കരൻ വളരെ ഗൗരവത്തോടെ അവനെ നോക്കി. ഞാൻ എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട് സുധാകര. അഷ്ടബന്ധം ഉപയോഗിച്ചുള്ള പുതിയ മതിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷേ ഇത് വളരെ അപകടകരമാണ്.
കിണറിൻ്റെ അടുപ്പ് തുറന്ന് ബന്ധിക്കുന്നതിനേക്കാൾ പ്രയാസമാണിത്. കാരണം അവൾ അതിൻ്റെ പൂർണ്ണ ശക്തിയിലായിരിക്കും പ്രതികരിക്കുക. ഇന്ന് രാത്രി കൃത്യം 12 മണിക്ക് നീ എൻ്റെ കൂടെ വരണം. നീ എൻ്റെ അടുത്ത് നിന്നിട്ട് ഞാൻ ജപിക്കുന്ന മന്ത്രം ഏറ്റു ജപിക്കണം. ഞാൻ വേലിക്കെട്ട് തീർക്കും. ഒറ്റയ്ക്ക് പോകരുത്, ഭാസ്കരൻ പറഞ്ഞു. ഞാൻ വരാം, സുധാകരൻ മറുപടി നൽകി. ഉള്ളിൽ ഭയമുണ്ടായിരുന്നെങ്കിലും ഈ അവസ്ഥയിൽ നിന്നും ഒരു മോചനം അയാൾക്ക് അത്യാവശ്യമായിരുന്നു. ഭാസ്കരൻ സുധാകരന് ഒരു വലിയ മഞ്ഞച്ചരട് നൽകി. അതിൽ 100 കണക്കിന് ചെറിയ കെട്ടുകളുണ്ടായിരുന്നു. ഇത് നിന്റെ അരയിൽ കെട്ടണം. ഒരു കാരണവശാലും ഇത് അഴിഞ്ഞു പോകരുത്. ഇത് നിന്നെ പൂർണ്ണമായി രക്ഷിക്കില്ല, പക്ഷേ യക്ഷിയുടെ നേരിട്ടുള്ള സ്പർശത്തിൽ നിന്നും നിനക്കൊരു പരിധിവരെ രക്ഷ നൽകും. ഇനി എന്തൊക്കെ കണ്ടാലും കേട്ടാലും കണ്ണടക്കരുത്, ഭാസ്കരൻ താക്കീത് നൽകി. ആ രാത്രി ആകാശത്ത് നക്ഷത്രങ്ങളില്ലായിരുന്നു. കുന്നിൻ ചെരുവിൽ നിന്നും തണുത്ത കാറ്റു വീശുന്നുണ്ടായിരുന്നു. സുധാകരൻ അരയിൽ മഞ്ഞച്ചരട് കെട്ടി നെറ്റിയിൽ ഭസ്മം പൂശി ഭാസ്കരനോടൊപ്പം ഉത്തിരിങ്ങോട്ട് പറമ്പിലേക്ക് നടന്നു. പറമ്പിന്റെ അടുത്തേക്ക് എത്തിയപ്പോൾ കാറ്റിൽ ഒരു ഭീകരമായ ചൂളം വിളി കേട്ടു. അത് കാറ്റിന്റെ ശബ്ദമായിരുന്നില്ല, അത് കിണറിനുള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്ന ദേഷ്യപ്പെട്ട ഒരു അലർച്ചയായിരുന്നു. നിങ്ങൾ എന്തിനാണ് വരുന്നത്? എന്നെ തടയാനാണോ? ആ ശബ്ദം കേട്ട് ഭാസ്കരൻ നിന്നുപോയി. അവൾക്ക് നമ്മുടെ വരവറിയാം. സുധാകര, നീ പേടിക്കരുത്. ഈ കർമ്മം പൂർത്തിയാക്കിയേ തീരൂ. അവർ കിണറിന്റെ അടുത്തേക്ക് നടന്നു. കിണറിന്റെ അടുപ്പായ കരിങ്കൽ പലകയ്ക്ക് ചുറ്റും ഇടതൂർന്ന ചെളിവെള്ളം തളം കെട്ടി നിൽക്കുന്നു. കരിങ്കൽ പലകയുടെ ചെറിയ വിടവിലൂടെ എന്തോന്ന് നേരിയ നീരാവി പോലെ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ഐസിന്റെ തണുപ്പ്. സുധാകരൻ തറയിൽ ചമ്രം പടിഞ്ഞിരുന്ന് മന്ത്രങ്ങൾ ഉരുവിടാൻ തുടങ്ങി. അയാളുടെ കയ്യിൽ ഒരു പിടി ഉണങ്ങിയ ഇലകളും ഭസ്മവും മന്ത്രത്തകിടുകളും ഉണ്ടായിരുന്നു. സുധാകരൻ കിണറിനെ നോക്കാതെ ദൂരെ ഒരിടത്തേക്ക് നോക്കി ഭാസ്കരൻ പറഞ്ഞ മന്ത്രങ്ങൾ ആവർത്തിച്ചു. ഓം നമോ ഭഗവതേ. ഭാസ്കരൻ ആദ്യത്തെ മന്ത്രത്തകിട് കിണറിന്റെ അടുപ്പിന്റെ ഓരത്ത് മണ്ണിൽ സ്ഥാപിക്കാൻ ശ്രമിച്ചു. ആ നിമിഷം കിണറിന്റെ അടപ്പ്, വർഷങ്ങളായി അനങ്ങാതെ കിടന്ന ആ കരിങ്കൽ പലക ഒരു ഭൂകമ്പത്തിലെന്ന പോലെ കുലുങ്ങാൻ തുടങ്ങി. അടപ്പിന് മുകളിൽ നിന്നും സിമന്റ് പൊട്ടിച്ചിതറി. കരിങ്കൽ പലകയുടെ വിടവ് വലുതായി. അതിലൂടെ 15ലധികം വെള്ളക്കൈകൾ ഒരേ സമയം പുറത്തേക്ക് നീണ്ടുവന്നു. അവ ഒന്നിനോടൊന്ന് കെട്ടുപിണഞ്ഞ് ഒരു വെള്ളനാഗത്തെ പോലെ വായുവിൽ തങ്ങി നിന്നു. ആ കൈകൾക്ക് അതിഭീകരമായ വേഗതയുണ്ടായിരുന്നു. അവ ഭാസ്കരൻ സ്ഥാപിക്കാൻ ശ്രമിച്ച മന്ത്രത്തകിടുകൾ ലക്ഷ്യമാക്കി പാഞ്ഞെടുത്തു. സുധാകര, കണ്ണടക്കരുത്, മന്ത്രം ജപിക്കൂ, ഭാസ്കരൻ ഉറക്കെ നിലവിളിച്ചു. സുധാകരൻ പേടിച്ചു വിറച്ചു. അയാളുടെ തൊണ്ടയിൽ നിന്നും ശബ്ദം പുറത്തു വന്നില്ല. കണ്ണുകൾ ആ വെള്ളക്കൈകളിൽ ഉടക്കി നിന്നു. ചില കൈകൾ നേർത്ത നിലവിളികളോടെ മന്ത്രത്തകിടുകൾ തട്ടിത്തെറിപ്പിച്ചു. ആ മന്ത്രത്തകിടുകൾ മണ്ണിൽ വീണപ്പോൾ അതൊരു തരം കറുത്ത പുക പുറത്തേക്ക് വിട്ടു. ആ വെള്ളക്കൈകൾ അവയ്ക്ക് വളരെയധികം നീളമുണ്ടായിരുന്നു. അവ കിണറിന്റെ അടുപ്പിൽ നിന്നും പുറത്തേക്ക് നീണ്ട് ഏതാണ്ട് 10 അടിയോളം അകലത്തിൽ വായുവിൽ തങ്ങി നിന്നു. ആ വിരലുകൾ പൂർണ്ണമായി തുറന്ന് അവരെ ലക്ഷ്യമാക്കി നീണ്ടു. ഒരു കൈ ഭാസ്കരന്റെ കഴുത്തിന് നേരെ പാഞ്ഞെടുത്തു. ഭാസ്കരൻ കയ്യിലിരുന്ന ഭസ്മം വലിച്ചെറിഞ്ഞു. ഭസ്മം കയ്യിൽ തട്ടിയപ്പോൾ ആ കൈ ഒരു ചൂളലിന്റെ ശബ്ദത്തോടെ പിന്നോട്ട് വലിച്ചു. ഇവിടെ നിന്നും ഓടിക്കോ സുധാകര, ഇവൾ പൂർണ്ണ ശക്തിയിലാണ്, ഭാസ്കരൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. സുധാകരൻ ഒരു നിമിഷം പോലും ചിന്തിക്കാൻ നിൽക്കാതെ തിരിഞ്ഞോടി. അയാളുടെ കാലുകൾക്ക് കൂടുതൽ ശക്തി ലഭിച്ചു. സുധാകരൻ മതിലിന്റെ ദിശയിലേക്ക് ഓടി. പുറകിൽ നിന്നും ഭാസ്കരന്റെ നിലവിളി കേട്ടു. ആ, വിടുവെന്നെ. സുധാകരൻ തിരിഞ്ഞു നോക്കി. അയാൾ കണ്ട കാഴ്ച ഭീകരമായിരുന്നു. 4 വെള്ളക്കൈകൾ ഭാസ്കരന്റെ കാലിൽ മുറുകെ പിടിച്ചിരിക്കുന്നു. ഒരു കൈ അയാളുടെ വയറിലും. ഭാസ്കരൻ നിലത്ത് കിടന്നു പിടയുന്നു. അയാളുടെ ശരീരം കിണറിന്റെ ദിശയിലേക്ക് വലിച്ചിഴയ്ക്കുന്നു. സുധാകരൻ നിന്നുപോയി. അവന്റെ മനസ്സിൽ രക്ഷിക്കണമെന്ന ചിന്ത മാത്രം. അവൻ ഓടിച്ചെന്ന് ഭാസ്കരന്റെ കയ്യിൽ പിടിച്ചു. സുധാകരൻ ഭാസ്കരനെ കിണറിന്റെ ദിശയിൽ നിന്നും വലിച്ചു. അയാളുടെ കയ്യിൽ ഐസിന്റെ തണുപ്പ് വീണ്ടും അരിച്ചു കയറി. യക്ഷിയുടെ ശക്തി സുധാകരന്റെ കൈകളിലേക്ക് നേരിട്ട് പ്രവഹിച്ചു. ആ വെള്ളക്കൈകൾ, അവയുടെ പിടി ശക്തമായി. അവ ഭാസ്കരനെ വലിക്കുന്നതിനേക്കാൾ വേഗത്തിൽ സുധാകരനെ ഉള്ളിലേക്ക് വലിക്കാൻ ശ്രമിച്ചു. ഓടിക്കോ സുധാകര, ഓടി ദൂരേക്ക് പോ, ഭാസ്കരൻ നിലവിളിച്ചു. സുധാകരൻ ഞെട്ടി. അയാൾ ഭാസ്കരന്റെ കൈവിട്ടു. ആ നിമിഷം ഭാസ്കരന്റെ ശരീരം ഒരു പാവയെപ്പോലെ കിണറിന്റെ അടുപ്പിന് മുകളിലേക്ക് വലിച്ചിഴക്കപ്പെട്ടു. കിണറിന്റെ അടപ്പ് പൂർണ്ണമായും ചലിച്ചു. അടപ്പിന്റെ ഓരത്ത് ചെന്നപ്പോൾ ഭാസ്കരന്റെ നിലവിളി നിലച്ചു. ഒരു ടപ്പ് ശബ്ദം മാത്രം. അതൊരു ശരീരം അടപ്പിന് മുകളിലൂടെ വലിച്ചിഴക്കപ്പെടുന്ന ശബ്ദമായിരുന്നു. സുധാകരൻ നിലവിളിച്ചു. അയാൾ താൻ ധരിച്ചിരുന്ന മഞ്ഞച്ചരട് ഊരിയെടുത്ത് കിണറിന്റെ ദിശയിലേക്ക് വലിച്ചെറിഞ്ഞു. ആ ചരട് കിണറിന്റെ മുകളിൽ പറന്നു വീണു. ആ നിമിഷം അടപ്പിൽ നിന്നും പുറത്തേക്ക് നീണ്ട എല്ലാ കൈകളും ഒരുമിച്ച് ഉള്ളിലേക്ക് വലിഞ്ഞു. ആ അടപ്പ്, കരിങ്കൽ പലക പൂർണ്ണമായും തുറന്നു. അതോടൊപ്പം ഉള്ളിൽ നിന്നും പുറത്തേക്ക് ഒരു തണുത്ത കാറ്റ് ആഞ്ഞടിച്ചു. അത് അഴുകിയ ദുർഗന്ധവും മണവും ഐസിന്റെ തണുപ്പും നിറഞ്ഞതായിരുന്നു. കിണറിന്റെ ഉള്ളിൽ നിന്നും ഒരു നീണ്ട വെളുത്ത രൂപം പുറത്തേക്ക് ഉയർന്നു വന്നു.
സുധാകരൻ ഭയന്ന് ബോധം കെട്ടു വീണു. അയാളുടെ അവസാനത്തെ കാഴ്ച കിണറ്റിൽ നിന്നും ഉയർന്നു വരുന്ന വെളുത്ത കൈകളായിരുന്നു. ആ കൈകൾ തന്നെ ലക്ഷ്യമാക്കി വാരിയെടുക്കാനായി നീളുന്നു. എത്ര നേരം ആ മണ്ണിൽ ബോധമില്ലാതെ കിടന്നുവെന്ന് അയാൾക്കൊരു പിടിയും കിട്ടിയില്ല. ഒന്നുകിൽ ഒരു നിമിഷം, അല്ലെങ്കിൽ ഒരു യുഗമാകാം. കണ്ണു തുറക്കുമ്പോൾ ചുറ്റും അതിഭീകരമായ നിശബ്ദതയായിരുന്നു. കാറ്റുപോലും പേടിച്ചൊളിച്ചതുപോലെ. ആകാശത്ത് നേരിയ ചന്ദ്രക്കലയുണ്ടായിരുന്നിരിക്കണം. അതിൻ്റെ നേരിയ വെളിച്ചം വീണപ്പോൾ കണ്ട കാഴ്ച അയാളുടെ ഹൃദയത്തെ നിശ്ചലമാക്കി. അടച്ചിട്ട കിണർ, അതിൻ്റെ കരിങ്കൽ പലക പൂർണ്ണമായും മാറിയിരിക്കുന്നു. ആ പലക കിണറിൻ്റെ വശത്ത് കാട്ടിലേക്ക് മറച്ചിട്ട നിലയിൽ കിടന്നു. അതിനുള്ളിൽ നിന്നും തണുപ്പും ഈർപ്പവും മരണത്തിൻ്റെ മണവും പുറത്തേക്ക് ഒഴുകി വന്നു. ഭാസ്കരൻ, അയാളുടെ നിലവിളി സുധാകരൻ്റെ കാതുകളിൽ അപ്പോഴും മുഴങ്ങി. ഭാസ്കരൻ എവിടെ? സുധാകരൻ കിണറിന് നേർക്കു നോക്കി. കിണറിൻ്റെ വക്കിൽ ഒരു ചെറിയ വെള്ളത്തുണിയുടെ കഷ്ണം മാത്രം. സുധാകരൻ മെല്ലെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. യക്ഷിയുടെ ശക്തി അയാളെ തകർത്തു കഴിഞ്ഞിരുന്നു. അയാൾ ചുറ്റും നോക്കി. പറമ്പ് ശാന്തമായിരുന്നു. യക്ഷി എവിടെ? പെട്ടെന്ന് അവൻ്റെ പുറകിൽ നിന്നും ഒരു നേർത്ത ചിരി കേട്ടു. അതൊരു സ്ത്രീയുടെ, എന്നാൽ മനുഷ്യൻ്റേതല്ലാത്ത ഒരു ഭീകരമായ ചിരിയായിരുന്നു. സുധാകരൻ പേടിച്ച് തിരിഞ്ഞു നോക്കി. അവിടെ കിണറിനടുത്തുള്ള വലിയ മാവിൻ്റെ തണലിൽ ആ രൂപം സുധാകരൻ കണ്ടു. വെളുത്ത് ഉയരം കൂടിയ പൂർണ്ണ രൂപത്തിലുള്ള യക്ഷി. അവളുടെ മുടിയിഴകൾ കാറ്റിൽ പാറുന്നു. അവളുടെ കണ്ണുകൾ ഇരുട്ടിൽ ചുവന്നു തിളങ്ങി. അവൾ അയാളെ നോക്കി ചിരിച്ചു. ആ ചിരിയിൽ മരണം പതിയിരിക്കുന്നുണ്ടായിരുന്നു. നീ എന്നെ തടയാൻ നോക്കിയല്ലേ സുധാകര? ആ ശബ്ദം അവൻ്റെ ചെവിയിൽ പതിച്ചു. അവൾ ഒരടി പോലും മുന്നോട്ട് വെച്ചില്ല. പക്ഷേ അവളുടെ വെള്ളക്കൈകൾ, ആ കൈകൾ അവളുടെ ശരീരത്തിൽ നിന്നും വേർപെട്ടതുപോലെ നീണ്ടുവന്നു. ഒരു 100,000 വള്ളികൾ പോലെ വായുവിലൂടെ മണ്ണിലൂടെ സുധാകരൻ്റെ നേർക്ക് അവ പാഞ്ഞെടുത്തു. അത് ഒരൊറ്റ സ്ത്രീയുടെ കൈകളായിരുന്നില്ല. സന്ധിയുടെയും അതിനു മുമ്പ് കിണറ്റിലകപ്പെട്ട മറ്റ് ഇരകളുടെയും കൈകൾ. അവയെല്ലാം യക്ഷിയുടെ പൂർണ്ണ ശക്തിയിൽ അവനെ പിടികൂടാൻ പാഞ്ഞെടുത്തു. നീ ഇനി എൻ്റെ തണുത്തുറഞ്ഞ ലോകത്തേക്ക് വാ, ഞാൻ നിനക്ക് ശാന്തത നൽകാം. സുധാകരൻ ഓടാൻ ശ്രമിച്ചു. എന്നാൽ അയാളുടെ കാലുകൾ നിലത്ത് ഉറച്ചുപോയിരുന്നു. ആ വെളുത്ത നീളൻ കൈകൾ അയാളുടെ കഴുത്തിലും കൈകളിലും കാലുകളിലും ചുറ്റിപ്പിടിച്ചു. അവയ്ക്ക് അസാമാന്യമായ തണുപ്പുണ്ടായിരുന്നു. സുധാകരൻ്റെ ശരീരം തണുത്തു മരവിച്ചുപോയി. തൻ്റെ മാംസം തണുപ്പിൽ ഉറഞ്ഞു പോകുന്നത് അയാളറിഞ്ഞു. നിലവിളിക്കാൻ ശ്രമിച്ചിട്ടും തൊണ്ടയിൽ നിന്നും ശബ്ദം പുറത്തു വന്നില്ല. യക്ഷിയുടെ കൈകൾ ഒരു ചങ്ങല പോലെ സുധാകരനെ വലയം ചെയ്തു. മെല്ലെ മെല്ലെ അവ അയാളെ കിണറിൻ്റെ ദിശയിലേക്ക് വലിക്കാൻ തുടങ്ങി. അവസാന നിമിഷത്തിൽ സുധാകരൻ കിണറിൻ്റെ ഓരത്തേക്ക് വലിച്ചിഴക്കപ്പെട്ടു. ആ കറുത്ത അഗാധകർത്തം അയാളെ തുറിച്ചു നോക്കി. യക്ഷി മാവിൻ ചുവട്ടിലിരുന്ന് ഭീകരമായ ചിരി ചിരിച്ചു. സുധാകരൻ്റെ ശരീരം കിണറ്റിലേക്ക് വീണു. കിണറ്റിൽ വെള്ളം തെറിക്കുന്നതിൻ്റെയും ഒരു വസ്തു ആഴങ്ങളിലേക്ക് പതിക്കുന്നതിൻ്റെയും ശബ്ദം. ആ ശബ്ദത്തിന് ശേഷം ആ നിമിഷം കിണറിൻ്റെ തുറന്ന അടപ്പ്, ആ കരിങ്കൽ പലക ആരോ വലിച്ചെടുത്തതുപോലെ ആ ശബ്ദത്തോടെ തന്നെ കിണറിനെ പൂർണ്ണമായി മറച്ചു. സിമന്റ് പോലും വീണ്ടും ഉറച്ചതുപോലെ. പെരുങ്കുളത്തെ ഗ്രാമവാസികൾ പിറ്റേന്ന് രാവിലെ മുത്തിരിങ്ങോട്ട് പറമ്പിൻ്റെ അടുത്ത് വന്നപ്പോൾ കിണർ അടഞ്ഞ നിലയിൽ കാണപ്പെട്ടു. ഭാസ്കരനെയും സുധാകരനെയും കാണാനില്ലായിരുന്നു. സുധാകരൻ്റെ വീട് തുറന്നു കിടന്നു. പറമ്പിൻ്റെ അതിരിലെ മതിലിനോട് ചേർന്ന് അവർ ഒരു മഞ്ഞച്ചരട് മാത്രം കണ്ടു. നൂലുകൾ അറ്റുപോയ മഞ്ഞച്ചരട്. ആരും കിണറിൻ്റെ അടപ്പിൽ തൊടാൻ ധൈര്യപ്പെട്ടില്ല. ഗ്രാമവാസികളിൽ പലരും ഇന്നും ആണയിട്ട് പറയുന്നു, ആ അടച്ചിട്ട കിണറിനുള്ളിൽ നിന്നും രാത്രികാലങ്ങളിൽ 2 സ്ത്രീകളുടെ ശബ്ദങ്ങളും ഒരു പുരുഷൻ്റെ നേരിയ തേങ്ങലും കേൾക്കാമെന്ന്. ചിലപ്പോൾ ആ വിടവിലൂടെ 3 ജോഡി വെള്ളക്കൈകൾ പുറത്തേക്ക് നീളാൻ ശ്രമിക്കുന്നതും കാണാമെന്ന്. മുത്തിരിങ്ങോട്ട് തറവാട്ടിലെ കിണർ ഇന്നും പെരുങ്കുളത്തെ ജനങ്ങൾക്ക് ഒരു പേടി സ്വപ്നമായി നിലനിൽക്കുന്നു.